ഹായ്, സുഖമല്ലേ? ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഇറാനി പോള. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിന് ഞാനൊരു 8 പീസ് ബോൺലെസ് ചിക്കൻ, മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തിട്ട് ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. നമുക്ക് അതേ എണ്ണയിൽ തന്നെ ഒരു 3 വലിയ സവോള ഒരു മീഡിയം സൈസ് കട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കുക. ഒരു 5-10 മിനിറ്റ്. അതിന് ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഒരു 3-4 പച്ചമുളക്, ഉപ്പ്, പിന്നെ നമ്മൾ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി ഒക്കെ ചേർത്തിട്ട് അതിന് ശേഷം നമ്മൾ ആദ്യം റെഡിയാക്കി ഇറച്ചി ചെറുങ്ങനെ ചീന്തി ഇതിൻ്റെ അകത്തിട്ടിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. നമുക്ക് ബാറ്റർ ഉണ്ടാക്കാം. 250 ml മൈദ, ഒരു 2 മുട്ട, ഒരു 6 വെളുത്തുള്ളിയുടെ, പിന്നെ നമ്മൾ കുറച്ച് പെപ്പർ പൗഡർ, ഉപ്പ്, 1.25 കപ്പ് പാല്, പിന്നെ ഒരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നല്ലതുപോലെ നമുക്ക് മിക്സിയുടെ ജാറിൽ നല്ലതുപോലെ ബാറ്ററായിട്ട് അടിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ 5 ലിറ്റർ കുക്കർ എടുത്തിട്ട് അതിൻ്റെ നല്ലതുപോലെ നെയ്ത് തൂക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അടിച്ചു വെച്ച ബാറ്ററിൻ്റെ പകുതി ഭാഗം നമുക്കതിൻ്റെ അകത്ത് ഒഴിച്ച് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ച് വെക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ മസാല ഒക്കെ അടിയിപ്പോൾ ഇനി നമുക്ക് ഈ മസാല ഒരു ലെയർ മുഴുവനായിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ ലെയർ ചെയ്ത് കൊടുക്കാം. സൈഡിൽ അധികം ഇടണ്ട, സെൻറ്റർ കൂടുതലിടുക. നമുക്ക് ഏകദേശം നമ്മൾ മസാലയിൽ ഒരു കുറച്ച് ചിക്കൻ്റെ പീസ് മാത്രം 5-6 പീസ് അവിടെ മാറ്റി വെക്കണം. ബാക്കി മുഴുവൻ ഇട്ടതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള ഈ ബാറ്റർ കൂടെ അതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കണം. നമ്മൾ ഇപ്പം മസാലയൊക്കെ ഇട്ട് ബാക്കിയുള്ള ബാറ്റർ കൂടെ ചേർത്തിട്ട് നമുക്കതിൻ്റെ മേലെ കുറച്ച് ഒന്നുകൂടെ ഒരു 2 മിനിറ്റ് അടച്ച് വെച്ച് വേവിച്ചിട്ടതിന് ശേഷം നമുക്കൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ എന്ന് പറഞ്ഞാൽ ഒരു പഴയ ഫ്രൈ പാൻ എടുത്ത് അതിൻ്റെ മേലെ നമ്മളിത് വെച്ചിട്ട് ഒരു 25 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഓക്കെ, ഇപ്പം നമ്മൾ വെന്തിട്ട് സൂപ്പറായതുകൊണ്ട് ഇനി നമുക്ക് ഒന്ന് ദോശക്കല്ലിലിട്ട് കുറച്ച് എണ്ണ വെട്ടിയിട്ടൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് ആ അടിഭാഗം കൂടി ഒന്ന് വെന്താൽ സൂപ്പറായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ബായ്.